സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 5. കഴിഞ്ഞ തവണത്തെ എപ്പിസോഡ് നമ്മൾ കണ്ട ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ഷീപ്പ് ഫാം ഉണ്ടാക്കിയായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ വൂളും വെച്ച് ഞാൻ കുറച്ച് ബെഡും ഉണ്ടാക്കി നെതറിൽ ചെന്ന് ഞാൻ നെതറൈറ്റിന് വേണ്ടി മൈൻ ചെയ്തു. എനിക്ക് ഏതാണ്ട് ഇപ്പം ഇതല്ല 29 ഏഷ്യൻ്റ് ഡിപ്രീസ് ഉണ്ട്. ലെറ്റ്സ് ഗോ. സോ നമുക്ക് ഏതാണ്ട് ഒരു സ്റ്റാക്ക് വേണ്ടി വരുമായിരിക്കും. കാരണം എൻ്റെ ആർമറി ഇടാൻ തന്നെ നമുക്ക് 8 എണ്ണം വേണം. കാരണം ആർമറി 4 എണ്ണം ഇടാൻ, പിന്നെ 4 എണ്ണം ഞാൻ മറ്റേ ട്രിമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യാനും, പിന്നെ ടൂൾസ് എന്ന് പറയുമ്പോഴേക്കും ഒരു 1 2 3 4 5 6 7 ഒരു 15 ഏഷ്യൻ്റെ ഒരു 15 നെതറൈറ്റ് ഇങ്കറ്റെങ്കിലും വേണ്ടി വരും നമുക്ക്. സോ അതുകൊണ്ട് ഒരു സ്റ്റാക്കെങ്കിലും വേണ്ടി വരും. സോ പിന്നെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ മാറ്റി വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ അയൺ ഫാം നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ശരിക്കും ഇന്നൊരു ട്രേഡിംഗ് ഹാൾ സെറ്റാക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. ബട്ട് ട്രേഡിംഗ് ഹാൾ സെറ്റാക്കണേ എമറാൾഡ് വേണം. സെറ്റാക്കണമല്ല, ട്രേഡ് ചെയ്യണമെങ്കിൽ ആ ട്രേഡ് എമറാൾഡ് ഒപ്പിക്കണ അയൺ വേണം. സോ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു അയൺ ഫാം പണിയാൻ പോവാണ്. പിന്നെ നമ്മൾ ഈ വൂൾ ഫാം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം കുറച്ചേ ഉള്ളൂ. ഞാൻ കുറച്ചൊക്കെ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് തീർന്നു. സോ അത് മാത്രമല്ല, ഞാൻ ഈ അയൺ ഫാം കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ആക്കിയതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. സോ ഇതൊന്നും കാണിക്കണ്ടെന്ന് വെച്ച്. അതേപോലെ തന്നെ നമ്മുടെ 20 വില്ലേജസിനെ ഞാൻ എടുത്ത് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവ എങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. സോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഒറ്റ ഈ ജോബ് എടുക്കാത്ത ഈ പച്ചറത്തുള്ള മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. സോ നമുക്ക് 20 ഫ്ലെച്ചർ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഫ്ലെച്ചർ വെച്ചാണ് സെറ്റാക്കാൻ പോകുന്നത്. സോ ഫ്ലെച്ചർ എൻ്റെ ഇവിടെ ഒന്ന് വെക്കുക. എന്നിട്ട് എൻ്റെ ഇനി ഇവിടെ ഒന്ന് വെക്കേണ്ടേ, ഇതിന് ചുറ്റുമായിട്ടാണ് നമ്മൾ വെക്കേണ്ടത് ശരിക്കും ഫ്ലെച്ചർ. ഓക്കെ, എന്നിട്ട് ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, പിന്നെ ഒന്നും കൂടെ ഇവിടെ വെക്കുക. സോ ഇപ്പം 9 ഫ്ലെച്ചർ വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് 10 വില്ലേജസിനെ കൊണ്ടുവരണം. എന്നിട്ട് ലാസ്റ്റ് ഫ്ലെച്ചർ വെക്കുക. അതിന് മുമ്പ് ഇതൊന്ന് കവറും കൂടെ ചെയ്യണം, എന്നാലേ അല്ല സെറ്റ് അതുകൾ കവർ ചെയ്തൊരു പോർട്ടലും കൂടെ ബിൽഡ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ ആയിട്ടൊരു പോർട്ടൽ ബിൽഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ലിങ്കും കൂടെ ചെയ്യണം. അത് ഇനി വിഷയമില്ല, പെട്ടെന്ന് സെറ്റാക്കാന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇതെല്ലാം കവർ ആയിട്ടുണ്ട്. ഇനി കുറച്ച് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് വലിയ പ്ലിൻറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ കില്ലിങ് ചേമ്പർ ഉണ്ടാക്കാൻ വേണ്ടി ലാവ എടുത്തില്ല, കില്ലിങ് ചേമ്പർ ഉണ്ടാക്കിയിട്ട് പോലില്ല. സോ ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ഉണ്ടാക്കണം. ഇനി ഇവിടെയായിട്ട് ഇത് വെക്കണം, സൈൻ ബോർഡ്. ഞാൻ വേണ്ട ഇവിടുത്തെ മറ്റേ കില്ലിങ് ചേമ്പറിൻ്റെ മറ്റേ സൈസ് 4 ബ്ലോക്കായിരുന്നു. ഞാനിപ്പോൾ അത് 9 ബ്ലോക്കായി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ലാവ ഒഴിക്കാം, മേളിലേക്ക് ഒഴിക്കാം. ഓക്കെ, ഇത് ഫുള്ള് സ്പ്രെഡ് ആകും നോക്കട്ടെ. അത് ഇവിടെ കത്തിയതാണ്, അത് വിഷയമില്ല. സോ ഈ സൈഡിലായിട്ടില്ലല്ലേ, അതും കൂടെ ഒന്ന് സെറ്റാക്കണം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഞാൻ വില്ലേജസിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ബെഡ് വെച്ചില്ല. സോ ഇനി ബെഡും കൂടെ വെക്കണം. സോ അതിന് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു 3 ബ്ലോക്ക് ഈ 2 സൈഡ് മാറ്റിയിട്ട് താരയ്ക്ക് ചാടാൻ പറ്റില്ല, താര ലാവ കേട്ടോ. ഒരു 3 ബ്ലോക്ക് ഹൈറ്റിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ചുറ്റും ഒരു 20 ബെഡ് വെക്കണം. ബെഡ് വെക്കുന്നതിന് മുമ്പ് ഇന്നൊരു 4 സൈഡിലൊരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. എന്നിട്ട് 2 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. 1 2 3 ബ്ലോക്ക്. ഇത്രയും ബ്ലോക്ക് 3 സൈഡിലും ചെയ്യുക. സോ ഓക്കെ, 3 സൈഡിലും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. സോ ഇനിയാണ് ബെഡ് വെക്കുന്നതിൻ്റെ ഒരു രീതി. സോ ഫസ്റ്റത്തെ ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് അടുത്ത് ഓപ്പോസിറ്റ് വന്ന് ഇങ്ങനെയും വെക്കുക. അങ്ങനെ 2 എണ്ണം വെച്ചു. ഇനി 3-മത്തെ ഈ സൈഡിൽ വെക്കുക. എന്നിട്ട് 4-മത്തെ ഇവിടെ, 5-മത്തെ ഇവിടെ, 6-മത്തെ ഇവിടെ, 7-മത്തെ ഇവിടെ. സോ ഇനി തിരിച്ച് 8-മത്തെ ബെഡ് ഇങ്ങോട്ട് തിരിച്ച് വെക്കുക. സോ ഇവിടെ നിന്ന് 8 ഇവിടെ, 9 ഇവിടെ, 10 എടുത്ത് ഇവിടെ 11. സോ ഇനി 12-മത്തെ ഇവിടെ വെക്കുക. ഇപ്പോൾ നമ്മൾ 12 ബെഡ് വെച്ചിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ചുറ്റുമായിട്ട് ബാക്കിയുള്ള ബെഡ് സെറ്റാക്കണം. സോ അത് 1-മത്തെ ഇപ്പം 12 ഇവിടെ വെച്ചാൽ മതിയായിരിക്കുമല്ലേ. 13 ഒന്നെടുക്കുക, 13 14 ഇവിടുന്ന് 15 16 17 18 19 19. അയ്യോ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അതിന് ഒരു ബെഡ് ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഓക്കെ, ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഈ സൈഡിൽ വെക്കണം, ഇത് ഈ സൈഡിൽ വെക്കണം. സോ എന്നിട്ട്
ഇതിൻ്റെ ഈ സൈഡിൽ വെച്ച് ആദ്യത്തെ ബിട്ട് എടുത്ത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക. ഓക്കെ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ എന്നിട്ട് താഴേക്ക് ഇറങ്ങി ഈ ടെമ്പററി ബ്ലോക്ക് എല്ലാം എടുത്ത് മാറ്റാൻ മറക്കല്ല്. സോ ഇതെല്ലാം എടുത്ത് മാറ്റുക. ഓക്കെ, ഞാൻ ഇത് ഫ്ലിൻറ്റും ചെയ്ത് വാട്ടറും വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് താഴെ ചെന്ന ലാവ, ബാക്കി ഒരു ലാവയും കൂടെ വെക്കാനുണ്ട്. സോ ആ ലാവ ഇങ്ങോട്ട് വന്ന് ഇവിടെ വെക്കുക. ഓക്കെ, ലാവ വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ ആയിട്ടാണ് പോർട്ടൽ വെക്കേണ്ട, ലിങ്കിൻ്റെ ഇവിടെ ആയിട്ടാണ്. സോ ഇവിടെ നമുക്ക് പോർട്ടൽ വെക്കാം. ഓക്കെ, കത്തിയിൽ ഇനി കയറി നോക്കട്ടെ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കറക്റ്റ് സ്ഥലത്ത് എത്തിയിരിക്കുന്നെങ്കിൽ രക്ഷപ്പെട്ടു. നോക്കാം എവിടെ ഓക്കെ, കറക്റ്റ് സ്ഥലത്ത് എത്തിക്കുന്നു. ഈ തിരിച്ചും കൂടെ ചെന്ന് നോക്കണം കറക്റ്റ് സ്ഥലത്താണോ എത്തിയിരിക്കുന്നതെന്ന്. അതും കൂടെ നോക്കി കഴിഞ്ഞാൽ സെറ്റ്, എല്ലാ കാര്യം സെറ്റായിട്ടുണ്ട്. സോ ഇത് ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി പുറകിലേക്ക് കുറച്ച് ബ്ലോക്കും കൂടെ പൊട്ടിച്ചേക്കാം. നമ്മൾ മറ്റേ ലെറ്റ് വെച്ചാൽ വലിക്കുന്നതുകൊണ്ട് അത് വലിച്ചിങ്ങോട്ട് കയറ്റാൻ വേണ്ടി കുറച്ച് പുറകിലേക്ക് ഇങ്ങോട്ട് പൊട്ടിച്ചേക്കാം. സോ ഇനി ലെറ്റ് എടുത്ത് 10 വില്ലേജസിനെ ആദ്യം കൊണ്ടുവരണം. 10 വില്ലേജസിനെ കൊണ്ടുവരണം. സോ ഇനി ഇപ്പം ബെറ്ററൊക്കെ ഈ ലെറ്റ് ഉപയോഗിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചുമ്മാ വലിക്കുമ്പോൾ ഈ സൈഡിലേക്കൊക്കെ വന്നോളൂ. അല്ലെ മറ്റേതാണ് ഭയങ്കര പാടാണ്, ചുമ്മാ വലിക്കുമ്പോഴേ ലെറ്റൊക്കെ പൊട്ടും. സോ അതെന്തായാലും മാറ്റി നന്നായി. സോ കുറച്ചും കൂടെ പുറകിലേക്ക് വരട്ടെ. ഓക്കെ, ഇനി അകത്തേക്ക് കയറ്, ലേശം കൂടെ അകത്തേക്ക് കയറ്. ഈ ലെട്ട് നിൽക്കട്ടെ, അത് ലേശം കൂടെ അകത്തേക്ക് കയറ്. ഓക്കെ, ഇനി ഇത് പൊട്ടിക്കാം. ഓ, അവന് ചെറിയൊരു അടി കിട്ടി. വിഷയമില്ല. സോ ഇനി ഓപ്പോസിറ്റ് ചെയ്ത് നോക്കട്ടെ അവന്മാരെ അവിടെ വന്നോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഓക്കെ, എന്തി എവിടെ ഓക്കെ 2 പേരും പോയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, 2 പേരും പോയിട്ടുണ്ട്. സോ ഇനി ബാക്കി 8 വില്ലേജസിനെ കയറ്റിട്ട് എന്നിട്ട് ഞാൻ നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം. സോ അങ്ങനെ ലാസ്റ്റ് വില്ലേജറാണ് ഇത്. ഇതിനും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. സോ ഇനി ഈ വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക, പോർട്ടിൽ പൊട്ടിച്ചിട്ട്. അപ്പോൾ തന്നെ അങ്ങോട്ട് ഒഴുകി പൊക്കോളും. ഓക്കെ, അയ്യോ അതിൻ്റെ വിളിക്ക് വയ്ക്കരുത്. അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ എന്നിട്ട് ഇതെല്ലാം പൊട്ടിച്ച് മാറ്റുക. ഓ ഇതേണ്ട ഇപ്പം തന്നെ അയൻകുളം വന്ന് തുടങ്ങി. ലെറ്റ്സ് ഗോ. സോ ഇനി നമുക്കിവിടെ ഒരു ടോർച്ചും കൂടെ വെക്കാനുണ്ട് കേട്ടോ. ഒറ്റ ഫ്ലെച്ചറും കൂടെ വെക്കാനുണ്ട്. ഫ്ലെച്ചർ വെക്കുന്നതിന് മുമ്പ് ഒരു ടോർച്ചും കൂടെ വെക്കണം, അല്ലെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് മൗ സ്പോണാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്കേക്ക് വന്ന് തുടക്കം തന്നെ വെച്ചാൽ മതിയെന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്ത സ്പോണായിട്ടുണ്ട് അയൻകുളം. ഇതാണ് നമ്മൾ പണി തീരുന്നതിന് മുമ്പ് നമുക്ക് വിജയമാണ്. സോ ഇതും കൂടെ വെച്ചിട്ട് പച്ച പാർട്ടികൾ വരുന്നുണ്ടോ നോക്കുക. ഒക്കെ വരുന്നുണ്ട്. സോ ഇനി ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഇതേ സംഭവം നമ്മൾ ഓപ്പോസിറ്റും പണിയണം. ഓക്കെ, ഞാൻ ഓപ്പോസിറ്റ് പണിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം കൂടെ കോരി ഒഴിച്ചാൽ സെറ്റ്. സോ ഇനി നമുക്ക് ഈ പോർട്ടലിൽ കയറാം. ഈ പോർട്ടലിൽ പഴയ പോർട്ടലിൽ തന്നെ കണക്റ്റ് ആകും. കാരണം ബെറ്ററൊക്കെ ആയതുകൊണ്ട് 100 ബ്ലോക്കൊക്കെ കലയിലാണ് ഇത് പോർട്ടലിന് ഇത് ഡിസ്റ്റൻസ് മാറുന്നത്. സോ ഇനി തിരിച്ചും കൂടെ ഒന്ന് കയറി നോക്കട്ടെ, പറയാൻ പറ്റത്തില്ല, ബെറ്ററൊക്കെ അല്ലേ. ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. സോ ഇനി ബാക്കിയുള്ള 10 വില്ലേജസിനെയും കൂടെ പിടിച്ച് ഇതിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് വില്ലേജർ. ഇതിനും കൂടെ കയറ്റി കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ സെറ്റ്. സോ ഇത് കയറി നോക്കട്ടെ. ഓക്കെ, കത്തിക്കയറ്. ഓക്കെ, ഞാൻ ഈ പോർട്ടൽ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഞാൻ കയറ്റിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഞാൻ തുടക്കം തന്നെ ഞാൻ ഈ ഫ്ലെക്സർ എടുക്കട്ടെ. ഓക്കെ, തുടക്കം തന്നെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ടോർച്ച്. സോ ഇനി ഇത് വെച്ചിട്ട് പച്ച പാർട്ടികൾ വരുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ. എല്ലാം കണക്റ്റാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ അയൺ ഫാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്ലാബൊക്കെ വെച്ചേട്ടാ. സോ ഓപ്പോസിറ്റ് ചെന്ന് അതൊന്നും എടുക്കട്ടെ. അവിടെ വെള്ളം കയറാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് മാറ്റട്ടെ. സോ ഇനി ഒന്നും നോക്കണ്ട, ഇതും കൂടെ എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഒരു AFK സ്പോട്ട് സെറ്റാക്കിയിട്ട് AFK എന്നാൽ മതി. ഇത് എത്ര 1 മണിക്കൂർ കിട്ടുന്നതിനൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഒരു ഡബിൾ ചെസ്റ്റിൻ്റെ 3/4 കിട്ടും 1 മണിക്കൂർ AFK എന്നാൽ. ഓക്കെ, സോ ഇതിനകത്ത് എത്തിയിരിക്കുന്നത് അത് കുഴപ്പമില്ല. സോ ഓക്കെ, ഇപ്പം തന്നെ ഏതാണ്ട് ഒരു പാതിയോളം കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഈ വീട് വെക്കുന്നതിന് മുമ്പ് ഒരു അയൺ ഫാം വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്, അതെന്തായാലും നടത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് ഞാൻ വേറെ എക്സ്ട്രാ ആയിട്ട് വേറെ പണിയൊന്നും എടുക്കുന്നില്ല. സോ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, ഗുഡ് ബൈ. സോ അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ.